നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവിന് അനുമതിയില്ല. ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തത്കാലം ഹൈക്കോടതി പുനഃപരിശോധിക്കില്ല. ടോൾ പ്ലാസ 1 മാസമായി അടച്ചിരിക്കുകയാണെങ്കിലും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നും ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നുമുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇടക്കാല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് നിസ്സാരമായി എടുക്കരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും ഹൈക്കോടതി തുറന്നടിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാനാകുകയുള്ളൂവെന്നും പ്രശ്നങ്ങൾ നിസ്സാരമായി എടുക്കരുതെന്നും നിലവിലുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയും ഈ ഹർജി പരിഗണിച്ചപ്പോൾ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. പാലിയേക്കരയിലെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുകയും ഹർജികളിൽ തീരുമാനമാകുന്നതുവരെയും ടോൾ പിരിവ് വേണ്ടെന്നുമാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് മുറുകിയതോടെ ആഗസ്റ്റ് 6-നാണ് പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് കോടതി വിധി പുറപ്പെടുവിച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവരുടെ ഹർജികളിലാണ് ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത്. തുടർന്ന് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളി. സുപ്രീംകോടതിയും ടോൾ പിരിവ് നിർത്തിവെച്ചത് ശരിവെച്ചു. മാത്രമല്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് മേൽനോട്ട ചുമതല നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ ഹൈക്കോടതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കുകയായിരുന്നു. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. മുരിയാട് വള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്തത്. മിൽജോയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുടയിലും കേസുകളുണ്ട്. കൂടാതെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അടിപിടി കേസടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B. ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർ ജോർജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ, ആഷിഖ്, ശ്രീജിത്ത് എന്നിവരാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത്. ചാലക്കുടി കുറ്റിച്ചിറയിലുള്ള കള്ളുഷാപ്പിലേക്ക് കയറി ഷാപ്പിലെ കള്ള് സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് അതിക്രമിച്ചു കയറി കള്ളുഷാപ്പിലെ മാനേജരെ ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ യുവാവ് റിമാൻഡിൽ. കുറ്റിച്ചിറ സ്വദേശി കുമ്പളത്താൻ വീട്ടിൽ 27 വയസ്സുള്ള നിബീഷാണ് അറസ്റ്റിലായത്. കള്ള് തന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് ബോക്സിൽ നിന്ന് കള്ളുകുപ്പിയെടുത്ത് മാനേജറായ പരിയാരം കുറ്റിക്കാട് സ്വദേശി പെരേപ്പാടൻ വീട്ടിൽ ജോബിയുടെ തലയ്ക്ക് നേരെ എറിഞ്ഞുവെന്നും കള്ളുഷാപ്പിന് മുൻവശത്തുള്ള ജനൽ ചില്ല് കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ച് നാശം വരുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. നിബീഷിനെതിരെ കാപ്പ ചുമത്തി ഓഗസ്റ്റ് 18 വരെ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. കൂടാതെ നിബീഷ് വെള്ളിക്കുളങ്ങര, വരന്തരപ്പള്ളി, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കൊലപാതക കേസിലും 4 കൊലപാതക ശ്രമ കേസിലും 1 പോക്സോ കേസിലും 3 അടിപിടി കേസുകളിലും പൊതുമുതൽ നശിപ്പിച്ച ഒരു കേസിലും 1 മോഷണ കേസിലും ലഹരിക്ക് അടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും അടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO MK സജീവ്, GASI-മാരായ സജീവ് GB, മഹേഷ്, പ്രതീഷ്, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO K കൃഷ്ണൻ, GSCO-മാരായ ബിജീഷ്, സിജോ, CPO-മാരായ അഭിലാഷ്, സുരേഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 82,000 കടന്നു. പവന് 640 രൂപ കൂടി 82,080 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 10,260 രൂപയായി. സംസ്ഥാനത്ത് 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 90,000 രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും. ശനിയാഴ്ച മുതൽ നേരിയ തോതിൽ കുറഞ്ഞ സ്വർണ്ണവിലയാണ് ഇന്ന് വീണ്ടും കൂടി സർവകാല റെക്കോർഡിൽ എത്തിയത്. വിലവർധന കേരളത്തിലെ വിവാഹ വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വില ഉയർന്നത് വാങ്ങൽ കുറച്ചതായാണ് റിപ്പോർട്ട്. ദീപാവലിയോടടുത്ത് സ്വർണ്ണവില ഗ്രാമിന് 10,000-ൽ എത്തുമെന്നാണ് പലരും പ്രവചിച്ചിരുന്നത്. എന്നാൽ ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് സൂചനകൾ.
അന്താരാഷ്ട്ര സ്വർണ്ണവില $3,800 എത്തും എന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡോളറിനെ മറികടന്ന് സ്വർണം ഗ്ലോബൽ കറൻസിയായി മാറുകയാണ്. കല്ലൂർ പരക്കാട് ചെറുവത്തൂർ കല്ലൂക്കാരൻ അന്തോണി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കല്ലൂർ കിഴക്കേ സെയിന്റ് റാഫേൽസ് പള്ളിയിൽ. വീന, പോൾ, ലീന, ഷീബ എന്നിവർ മക്കളും അഗസ്റ്റിൻ, ലിസി, പരേതരായ ജോസ്, പോൾ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണ ഗ്രാമിന് 10,260 രൂപയും പവന് 82,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.